ടിംബക്ടു, ഇന്ന് ഹോളിയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. വേഗം ചെല്ലൂ, എന്റെ മുറിയിൽ കുറെ നിറങ്ങളുണ്ട്, അത് എടുത്തുകൊണ്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. ബോസിന് ഞങ്ങളോടൊപ്പം ഹോളി കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഹോളി വന്നേ അടിച്ചു പൊളിക്കാം. ഹോളി ആശംസകൾ ബോസ്. എടാ വിവരം കെട്ടവനെ, ഒറ്റപ്പല്ല, നീ എന്താണ് ഈ ചെയ്തത്? എടാ, ഇതിനകത്ത് ഞാൻ കെമിക്കൽ നിറച്ചിട്ടുണ്ടായിരുന്നു. അതാരുടെയെങ്കിലും ദേഹത്ത് വീണാൽ അവൻ ഉറഞ്ഞു പോകും. ഞാനത് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ ബോസ്? എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇതിനകത്ത് കെമിക്കൽ ഉള്ള കാര്യം. സോറി. എടാ, നീ ഹോളി കളിക്കുന്നത് പോലെ അഭിനയിച്ച് ഫുർസത്ത് ഗഞ്ചിലേക്ക് പോകൂ. നിനക്ക് ആ റോബോട്ടിനെ കണ്ടാൽ അറിയാമല്ലോ. നീ ആ റോബോട്ടിനെ എവിടെ വെച്ച് കണ്ടാലും അവന്റെ ദേഹത്ത് ഈ കെമിക്കൽ ഒഴിക്കണം. അപ്പോൾ അവൻ ഉറഞ്ഞു പോയിക്കോളും. പിന്നെ അവനെ ഒരു വലിയ ട്രക്കിന് പിന്നിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ നീ ചെല്ലടാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളറിറങ്ങി കളിച്ചാ മതി. എന്റെ ദേഹത്തെങ്ങാനും എറിഞ്ഞാലുണ്ടല്ലോ. അത് ടിംബക്ടു ആണല്ലോ. എന്നെ അന്വേഷിക്കുന്നെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. ജിൻഡു ഇങ്ങ് വന്നേ. അതെ അങ്കിളെ, അങ്കിൾ ആരെ അന്വേഷിക്കുന്നേ? അത് പിന്നെ നിന്നെ പോലെയുള്ള നല്ല നല്ല മിടുക്കന്മാരായ കുട്ടികളുടെ കൂടെ ഹോളി കളിക്കാൻ വേണ്ടി വന്നതാ. വരൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഹോളി കളിക്കട്ടെ. വരൂന്നേ. ഹാപ്പി ഹോളി. അടിച്ചു പൊളിക്കാൻ ഹോളി വന്നേ, ഹോളി വന്നേ, ഹോളി വന്നേ. ഇത്രയും വലിയ ബലൂണോ? അങ്കിൾ, ഓടുമ്പോ നോക്കി ഓട്. വണ്ടിയെ വെറുതെ ചൊറിയാൻ നിക്കണ്ട. വണ്ടി നിങ്ങൾക്ക് തിരിച്ച് നല്ല പണി തരും. മനസ്സിലായോ നിങ്ങക്ക്? ഈ വണ്ടി ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ഇതെന്താ സംഭവിച്ചത്? ടെന്റ് എങ്ങനെ താഴെ വീണത്? സാർ, സാർ, സാർ. വണ്ടിക്ക് ശരിക്കും ഇതൊന്നും കൊടുത്താ പോരെ ചുൾബുൾ? വെൽക്കം കൂട്ടുകാരെ. ആദ്യം ആരെയാ കഴിക്കേണ്ടത്? നിന്നെയാണോ? ഓ, അപ്പൊ നിന്നെയാണോ? എന്നാ നിന്നെ കഴിച്ചേക്കാം. ഇന്ന് വീറിനെ ശരിക്കും വിട്ടിട്ട് വിരട്ടി പേടിപ്പിക്കാൻ പോവാ. അവനെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പേടിക്കുന്നത് കണ്ട് സ്കൂള് മൊത്തം ചിരിക്കണം. ഇവൻ ഒരിക്കലും നന്നാവില്ല. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കരടിയുടെ വേഷം കെട്ടി ഇവനെ പോയി ശരിക്കും അങ്ങ് പേടിപ്പിക്കാം. ഇന്ന് നിനക്ക് ഞാൻ അവസരം തരാം. ഓ താങ്ക്സ്, ഓ താങ്ക്സ് ജിൻഡു, താങ്ക്സ്. അപ്പൊ
ബണ്ടി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? ചുൾബുളും ചിണ്ടും അവന് നല്ല പണിയാ കൊടുക്കുന്നേ. അവരെ പോയി എങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. ആളുകൾ പറയുന്നത് ഫ്രീ ആയി മാജിക് ഷോ കാണിച്ച് അവരുടെ പണങ്ങളും ആഭരണങ്ങളും ഇയാൾ കൊള്ളയടിക്കുകയാണെന്നാണ്. ഇതെല്ലാം എന്റെ പരിപാടി പൊളിക്കുവാനുള്ള തന്ത്രമാണ്. ആർക്കെങ്കിലും ഇത് തെളിയിക്കാനായാൽ ഞാൻ തന്നെ ജയിലിലേക്ക് പോയിക്കോളാം. ചങ്കൂറ്റമുള്ള ആരെങ്കിലും വന്ന് ഞാനൊരു കള്ളനാണെന്ന് തെളിയിക്കേ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ അമ്മയുടെ സ്വർണ്ണമാല ഇയാളാണ് മോഷ്ടിച്ചെന്ന് തോന്നുന്നു. ഇയാളെ സ്റ്റേജിൽ നിന്ന് കാണാതാവുന്നുണ്ട്. എവിടെ പോവാന്നറിയില്ല. അപ്പൂപ്പ ഞാനും ചിണ്ടുവും പോയി അയാളുടെ കള്ളത്തരങ്ങള് പൊളിക്കാം. ശരി വീർ, സൂക്ഷിച്ചു പോകണേ. അയാൾ ഒരു മാന്ത്രികനാണ്, ഒരു സാധാരണക്കാരനല്ല. ഓക്കേ അപ്പൂപ്പ. ഇംലി മാജിക് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരടുത്തേക്ക് പോവാം. ആ റോബോട്ട് ഇവിടേക്ക് എങ്ങാനും വരികയാണെങ്കിൽ നീ എനിക്ക് സിഗ്നൽ തരണം. ബാക്കിയൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഓക്കെ സാർ. നമസ്കാരം സർ. നമസ്കാരം സാർ, ഞങ്ങൾ മാജിക് പഠിക്കാൻ വന്നതാ. എന്റെ പേര് വീർ എന്നാ. ഇതെന്റെ കൂട്ടുകാരി ഇംലി, ജിൻടു, പിന്നെ ചുൾബുൾ. ഞാൻ ആരെയും മാജിക് ഒന്നും പഠിപ്പിക്കാറില്ല. ഞാൻ നിങ്ങളെയൊക്കെ മാജിക് പഠിപ്പിക്കാം, പക്ഷേ ചുൾബുള്ളിനെ പഠിപ്പിക്കില്ല. ചുൾബുൾ നീ പോയി പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്. വാ എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞു തരാം മാജിക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ദേ ഷോ തുടങ്ങാൻ സമയമായിരിക്കുന്നു. സ്റ്റേജിൽ കയറിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പരിപാടിക്ക് തൊട്ട് മുൻപ് പറഞ്ഞു തരാം. താങ്ക് യു സർ. നീ എന്റെ കൂടെ സ്റ്റേജിലേക്ക് വരൂ. ഇംലി, നീയും ജെണ്ടുവും സ്റ്റേജിന്റെ പുറകിൽ നിന്നാൽ മതി. ഓക്കേ സർ. എനിക്ക് സ്റ്റേജിൽ കയറി നിൽക്കണം. അയാൾ എന്തൊക്കെ മാന്ത്രിക വിദ്യ കാണിക്കുന്നെന്ന് എനിക്ക് കാണണം. ഓക്കേ, നീ എന്റെ രൂപ എടുത്ത് സ്റ്റേജിലേക്ക് പോ. ഞാനും ഇംലി അകത്ത് പോയി മോഷ്ടിച്ച സാധനങ്ങളൊക്കെ നോക്കട്ടെ. ആ, നിനക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്നെ വളരെ അപമാനിച്ചു. അതുകൊണ്ട് ഇന്നിത് എന്റെ അവസാനത്തെ ഷോയാണ്. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. നിങ്ങൾ ആളുകൾ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. എന്നും വന്ന് നിങ്ങൾ ഇവിടെ മാജിക് കാണിച്ചോന്നേ. അതെ അതെ അതെ. അപ്പൂപ്പൻ എന്തെയ്യാ? ഞാൻ ഇവിടെ ഇൻവെസിബിൾ മാഗ്നറ്റിക് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിനക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. വരൂ, നിന്റെ ഉള്ളിൽ ഞാനത് ഫീഡ് ചെയ്ത് വെക്കാം. അപ്പൂപ്പ, വീറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വീർ എന്നെ നിർബന്ധിച്ച് പെറ്റ് ആനിമൽ ഷോയിലൊക്കെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോവാ. എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിട്ടും എന്നെ കൊണ്ടുപോകുന്നില്ല. അത് ശരി, നിങ്ങൾ വഴക്കിടരുത്. വീർ, നിന്റെ ഉള്ളിൽ ഞാൻ ഇൻവെസിബിൾ മാഗ്നറ്റിക് റൈസ് ഫീഡ് ചെയ്തിട്ടുണ്ട്. ചുൾബുൾ, ജിണ്ടു, നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്ക്. ഞാൻ വീറിന്റെ സർവീസിംഗ് ഒന്ന് ചെയ്യട്ടെ. ഇതെന്താ സംഭവിക്കുന്നത്? വണ്ടി അത് കണ്ടോ? ഞാൻ എല്ലാരോടും പറയാറുണ്ട് വീര് റോബോട്ടാണെന്ന്. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കാറേ ഇല്ല. വണ്ടി ഞാൻ വിശ്വസിക്കാം. ഞാൻ കണ്ടതല്ലേ. വരൂ, ഇന്ന് അവന്റെ കളത്തിലെല്ലാം നമുക്ക് പൊളിക്കണം. ബണ്ടിയും മാഗിയും വീറിനെ എടുത്തോണ്ട് പോകുന്നു. വേഗം എന്തെങ്കിലും ചെയ്യ്. ഞാനൊന്നും ചെയ്യില്ല. വീര് ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല. പിന്നെന്തിനാ ഞാൻ അവനെ സഹായിക്കുന്നേ? ഞാൻ പോവാ. ജിണ്ടു, എന്റെ കൂട്ടുകാരാ, നീ ഇത് എവിടേക്കാ പോയത്? അപ്പൂപ്പാ, ബണ്ടി, നീ എന്താടാ ഇങ്ങനെ ഇവിടെ നിന്ന് ഡാൻസും കളിച്ചോണ്ട് നിൽക്കുന്നെ? ആന്റി, ഇന്ന് ഈ ബണ്ടിയും മാഗിയും കൂടെ വീടിന്റെ കളത്തിറങ്ങി പൊളിക്കാൻ പോവാ. അയ്യോ എന്നെ കൊന്നേ. ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ബണ്ടി
എന്ത് തോന്നിയ സട ഈ കാണിക്കുന്നത്? ഏത് നേരവും കളി. നീ എന്റെ സമയം വെറുതെ കളഞ്ഞു. ജിൻഡു, ഇന്നലെ നീ വീറിനെ സഹായിക്കില്ലെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെന്തിനാ സഹായിച്ചത്? വീരന്റെ സുഹൃത്താണ്. ചിലപ്പോ എനിക്ക് അവനോട് വലിയ ദേഷ്യമൊക്കെ കാണും. പക്ഷേ അപകടം വരുമ്പോ ഞാൻ അവനെ രക്ഷിക്കും. ഇന്നലെ രാത്രി ഞാൻ നിന്നെ ബണ്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ? ഇനിയെങ്കിലും ഞാൻ പെറ്റ് ആനിമൽ ഷോയിൽ പങ്കെടുത്തോട്ടെ വീർ. ഇല്ല ജിൻടു, ഇത് ജിന്നിന്റെ കോമ്പറ്റീഷൻ അല്ല, ആനിമൽസിന്റെയാ.